ഇന്ധനക്ഷമതയുള്ള പുത്തൻ മോഡലുകൾ വിപണിയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറെടുക്കുകയാണ് മുഖ്യധാര വാഹന നിർമ്മാതാക്കൾ. ഇതോടെ ഇന്ത്യയിലെ SUV മേഖലയിൽ പല സെഗ്മെന്റുകളിലും ഒരു ഹൈബ്രിഡ് നവീകരണം തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. വർദ്ധിച്ചുവരുന്ന ഇന്ധന ചെലവും കർശനമായ എമിഷൻ മാനദണ്ഡങ്ങളും കാരണമാണ് ഹൈബ്രിഡ് ഓപ്ഷനുകളിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ഹൈ വോളിയം യൂട്ടിലിറ്റി വാഹന വിഭാഗത്തിൽ പരിസ്ഥിതി സൗഹൃദ പവർ ട്രെയിനുകളിലേക്കുള്ള ഒരു പ്രധാന മാറ്റത്തെ കൂടിയാണ് ഇത് സൂചിപ്പിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ ഹൈബ്രിഡ് SUVകൾ ഏതൊക്കെയെന്ന് നോക്കാം. പുതുതലമുറ കിയ സെൽറ്റോസ്. 2026 തുടക്കത്തിൽ പുതുതലമുറ സെൽറ്റോസിനെ ആഗോളതലത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കിയ. ആ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ വാഹനം ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. വരാനിരിക്കുന്ന മോഡലിൽ കൂടുതൽ അഗ്രസീവായ ഡിസൈൻ ഭാഷ, പുതുക്കിയ ക്യാബിൻ, നവീകരിച്ച സാങ്കേതിക വിദ്യ എന്നിവ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഹൈബ്രിഡ് പെട്രോൾ പവർ ട്രെയിൻ ഭാഗമാകാനും സാധ്യതയുണ്ട്. അടുത്തത് ഹോണ്ട ZR-V ഹൈബ്രിഡ് ആണ്. കുറച്ചു മുൻപ് ഇന്ത്യയിൽ നടന്ന ഒരു ഡീലർ പരിപാടിയിൽ ഹോണ്ട ZR-V ഹൈബ്രിഡ് പ്രദർശിപ്പിച്ചിരുന്നു. ഇത് ലോഞ്ചിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് കാരണമായി. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ 181 bhp കരുത്തും 315 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 2 ലിറ്റർ 4 സിലിണ്ടർ ഹൈബ്രിഡ് പെട്രോൾ മോട്ടോറാണ് ZR-Vക്ക് കരുത്ത് പകരുന്നത്. ഇത് ഇന്ത്യയിൽ എത്തിയാൽ വളർന്നു വരുന്ന ഹൈബ്രിഡ് SUV വിഭാഗത്തിൽ മത്സരം വർദ്ധിപ്പിച്ചേക്കാം. അടുത്ത തലമുറ ഹ്യുണ്ടായി ക്രെറ്റയും 7 സീറ്റർ SUVയുമാണ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഹ്യുണ്ടായി പുതിയ തലമുറ ക്രെറ്റ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തലേഗാവ് പ്ലാന്റിൽ നിർമ്മിക്കുന്ന കമ്പനിയുടെ വരാനിരിക്കുന്ന പ്രീമിയം 7 സീറ്റർ SUVയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്ന ഒരു പെട്രോൾ ഹൈബ്രിഡ് പതിപ്പും പദ്ധതിയിലുണ്ട്. അൽക്കസാറിനും ട്യൂസണിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ബ്രാൻഡിന്റെ SUV ശ്രേണി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അടുത്തത് പുതിയ മാരുതി സുസുക്കി SUVയും ഫ്രോങ്സ് ഹൈബ്രിഡുമാണ്. ഈ അടുത്ത് തന്നെ പുറത്തിറക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് ആഗോളതലത്തിൽ വിൽക്കുന്ന ഡിസയർ ഹൈബ്രിഡിന്റെ അതേ സ്മാർട്ട് ഹൈബ്രിഡ് ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ള ഹൈബ്രിഡ് ബാഡ്ജ് ഘടിപ്പിച്ച ഒരു മാരുതി സുസുക്കി ഫ്രോങ്സ് പ്രോട്ടോടൈപ്പ് അടുത്തിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടിരുന്നു. അതേസമയം വരാനിരിക്കുന്ന ഈ വിറ്റാരയിൽ നിന്ന് സ്റ്റൈലിംഗ് കടമെടുത്ത ഒരു പുതിയ SUVയുടെ പരീക്ഷണ മോഡലും കണ്ടെത്തിയിട്ടുണ്ട്. വരും മാസങ്ങളിൽ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ വാഗ്ദാനം ചെയ്യുമോ ഇല്ലയോ എന്നത് വ്യക്തമല്ല. ടൊയോട്ട ഫോർച്യൂണർ മൈൽഡ് ഹൈബ്രിഡ് EV 7 സീറ്റർ ഹൈറൈഡർ. വിദേശ വിപണികളിൽ 2.8 ലിറ്റർ GD ഡീസൽ എഞ്ചിനുമായി മെച്ചപ്പെട്ട ഇന്ധനക്ഷമത, സാങ്കേതിക വിദ്യയും കുറഞ്ഞ മലിനീകരണവും ഉൾപ്പെടുന്ന ഫോർച്യൂണർ മൈൽഡ് ഹൈബ്രിഡ് ടൊയോട്ട ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഒരു ഫുൾ ജനറേഷൻ ഷിഫ്റ്റിന് ഒരുങ്ങുകയാണ് വരാനിരിക്കുന്ന അർബൻ ക്രൂയിസർ ഹൈറൈഡർ. അടുത്ത തലമുറ ഗ്രാൻഡ് വിറ്റാരയുമായി അതിന്റെ ബേസിക് പങ്കിടാനും പുതിയ ഡിസൈൻ സൂചനകളും അധിക സവിശേഷതകളും ലഭിക്കാനും സാധ്യതയുണ്ട്.